ഇരുമ്പനം ട്രാക്കോ കേബിളിലെ ജീവനക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കോഴിക്കോട്ടെ ഉണ്ണി എന്ന ജീവനക്കാരനാണ് മരിച്ചത്. ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം. ഒരു കൊല്ലമായി ശമ്പളം മുടങ്ങിയതിനെ തുടർന്ന് ഉണ്ണി വല്ലാത്ത വിഷമത്തിലായിരുന്നുവെന്ന് കുടുംബം പറയുന്നു. നിതിൻ അംബുജൻ ഈ സംഭവം നടന്ന സ്ഥലത്തു നിന്നും നമുക്കൊപ്പം ചേരുകയാണ്. നിതിൻ, ഇരുമ്പനത്താണല്ലോ ഈ ആത്മഹത്യ നടന്നത്. ട്രാക്കോ കേബിൾസിൽ കഴിഞ്ഞ ഒരു കൊല്ലമായി ഇദ്ദേഹത്തിന് ശമ്പളം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ പരാതിയിൽ കഴമ്പുണ്ടോ? ഞാനിപ്പോൾ നിൽക്കുന്നത് ഇരുമ്പനത്തെ ട്രാക്കോ യൂണിറ്റിലാണ്. ഇവിടെയാണ് കോഴിക്കോട് സ്വദേശിയായ, കാക്കനാട് കഴിഞ്ഞ ഏതാനും നാളുകളായി താമസിക്കുന്ന കോഴിക്കോട് സ്വദേശിയായ ഉണ്ണി ഇവിടെ ജോലി ചെയ്തത്. കഴിഞ്ഞ ഒരു വർഷമായി ഇവിടെ ശമ്പളം മുടങ്ങിക്കിടക്കുന്നു എന്ന ആരോപണം തന്നെയാണ് ഇവിടുത്തെ സഹപ്രവർത്തകരടക്കം ഉന്നയിക്കുന്നത്. നമുക്കറിയാം, ഈ പൊതുമേഖലാ സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്ന വാദമൊക്കെ തന്നെ ട്രാക്കോ മാനേജ്മെന്റ് മുന്നോട്ട് വെച്ചു. പക്ഷേ ട്രാക്കോയ്ക്ക് 3 യൂണിറ്റ്, അതായത് ഒന്ന് ഇരുമ്പനം, കൂടാതെ കണ്ണൂർ, പിണറായി, മറ്റൊന്ന് തിരുവല്ല, ഈ 3 സ്ഥലങ്ങളാണ് യൂണിറ്റ് ഉള്ളത്. ഈ യൂണിറ്റിലെ ജീവനക്കാരടക്കം കഴിഞ്ഞ കാലങ്ങളടക്കം പറഞ്ഞിരുന്നത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ ശമ്പളം മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നാണ് ഈ സഹപ്രവർത്തകർ പറയുന്നത്. ഞാനിപ്പോൾ ഉണ്ണിയുടെ സഹപ്രവർത്തകരോട് സംസാരിച്ചു. സമാനമായ ആരോപണം, അതായത് ഉണ്ണി കഴിഞ്ഞ ഏതാനും നാളുകളെ വലിയ മനോവിഷമത്തിലൂടെയാണ് കടന്നുപോയത്. ഉണ്ണിക്ക് 2 മക്കളാണ് ഉണ്ടായത്. ഒരു മകൾ UK-യിൽ പഠിക്കുന്നു. ഇവരുടെ പ്രധാനപ്പെട്ട ആരോപണം, കഴിഞ്ഞ ഏതാനും നാളുകളായി ഈ ശമ്പളം മുടങ്ങിയെ തുടർന്ന് ഇവർ മന്ത്രിക്കടക്കം പരാതി നൽകിയിരുന്നു. പക്ഷെ അപ്പോഴെല്ലാം നൽകിയ ഒരു ഉറപ്പ്, വൈകാതെ തന്നെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കും, ശമ്പളം എല്ലാം തന്നെ മുടങ്ങാതെ ഉണ്ടാകും, മറ്റ് ആനുകൂല്യങ്ങൾ നൽകുമെന്ന ഉറപ്പാണ് നൽകിയത്. പക്ഷേ ആ ഉറപ്പ് പാഴാക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതിനെ തുടർന്ന് വലിയ മനോവിഷമത്തിലായിരുന്നു ഉണ്ണി എന്നാണ് ഉണ്ണിയുടെ സഹപ്രവർത്തകരടക്കം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇവരോട് തന്നെ ചോദിക്കാം. ഉണ്ണി ഇന്ന് വൈകിട്ട് 4 മണിയോടെയാണ് ഉണ്ണി ആത്മഹത്യ ചെയ്തത്. എന്താണ് ഉണ്ണിയുടെ സഹപ്രവർത്തകർ, എങ്ങനെയാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉണ്ണിയുടെ ഒരു ഭാഗത്തുണ്ടായിരുന്നത്? ഉണ്ണിയുടെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് വളരെ മനോവിഷമത്തിലായിരുന്നു. ഈ കഴിഞ്ഞ 6 മാസം മുമ്പ് വ്യവസായ മന്ത്രി ഒരു ഉറപ്പ് വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് നല്ലൊരു പാക്കേജ് തരാം, ആ പാക്കേജിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പിരിഞ്ഞു പോകാനുള്ള എല്ലാ സംവിധാനവും തരാമെന്ന് പറയുകയും, അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടായിരുന്നു തിരുവല്ല യൂണിറ്റിൽ. ഇന്നലെ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ മീറ്റിംഗിൽ MD പറയുകയും ചെയ്തു, നിങ്ങൾക്ക് എന്ത് പാക്കേജ്, ഒരു ധിക്കാരപരമായിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നത്, നിങ്ങൾക്ക് എന്ത് പാക്കേജ്, ഇവിടെ പാക്കേജ് ഇല്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ തൊഴിലാളികളെ മനോവിഷമത്തിലാക്കുകയും, ഉണ്ണിക്കും ഉണ്ണിനെ പോലുള്ള മറ്റുള്ള തൊഴിലാളികളെല്ലാവരും മാനസിക പരിഭ്രാന്തിയിലായിരുന്നു. ഉണ്ണിക്ക് അതിന്റെ വിഷമം ഉണ്ടായിരുന്നു. ഉണ്ണിയുടെ മകളുടെ കല്യാണം നിശ്ചയിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതുപോലും ഈ മരണത്തിന് കാരണമായിട്ടുണ്ട്. തികച്ചും മാനേജ്മെന്റിന്റെ ഈ MD-യുടെയും ധിക്കാരപരമായിട്ടുള്ള ഈ പ്രവണത കൊണ്ടാണ് ഈ തൊഴിലാളികൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതുകൂടാതെ പല തൊഴിലാളികളും ആത്മഹത്യാ ഭീഷണികൾ മുഴക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ജീവിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ കൊണ്ട് മാത്രമാണ്, അതെല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഇൻഫോ പാർക്കിൽ കൈമാറാൻ ധാരണയ്ക്ക് സ്ഥലമാണ്. അതിന് മുൻപ് തൊഴിലാളികളുടെ ഭാഗത്തുനിന്ന് ഒരു പാക്കേജ് എല്ലാം തന്നെ ഉറപ്പ് നൽകുന്ന ഒരു സമീപനം മാനേജ്മെന്റ് ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇപ്പോൾ പാഴ്വാക്കായിരിക്കും ഇന്നലത്തെ യോഗത്തോടുകൂടി. ഇന്നലത്തെ MD-യുടെ ഈ പ്രസ്താവനയോടുകൂടി പാഴ്വാക്ക് പോലെയാണ് ഞങ്ങളുടെ തൊഴിലാളികൾക്കെല്ലാം മനസ്സിലായത്. അതുകൊണ്ടാണ് ഞങ്ങളുടെ ഇന്ന് ഉണ്ണി വിട പറഞ്ഞത്. ഉണ്ണിയെപ്പോലെ പല ഉണ്ണിമാരും നമ്മളുടെ ഈ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാവരും വളരെയധികം മാനസിക വിഷമത്തിലാണ്. ഇത്ര വലിയ മാനസിക വിഷമത്തിലൂടെ ഉണ്ണി കടന്നുപോയതാണ് സഹപ്രവർത്തകർ പറയുന്നത്. കഴിഞ്ഞ 11 മാസമായി ശമ്പളം മൂടി കിടക്കുന്നു. മാത്രമല്ല, ഏത് നിലയിൽ മുന്നോട്ട് പോകുമെന്ന ആശങ്ക ഉണ്ണി പ്രകടിപ്പിച്ചു എന്നാണ് സഹപ്രവർത്തകരടക്കം പറയുന്നത്. എന്തായാലും വൈകാതെ തന്നെ ഇതിൽ സർക്കാരിന്റെ ഇടപെടൽ വേണമെന്നൊരു ആവശ്യമാണ് ഈ ജീവനക്കാരടക്കം ഒന്നടങ്കം പറയുന്നത്. ഓക്കെ, താങ്ക് യു. നിതിൻ അംബുജനാണ് ഇരുമ്പനത്തു നിന്നും നമുക്കൊപ്പം ചേർന്ന്.